എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് could not find or load main class cucumber.api.cli.Main എന്ന എറർ കരേട്ടെ വേർഷൻ 1.4.0 എക്ലിപ്സ് ഐഡിയിൽ യൂസ് ചെയ്യുമ്പോൾ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്യുവാണ്. നമ്മൾ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുന്ന എക്ലിപ്സിലെ കുക്കുംബർ എക്ലിപ്സ് പ്ലഗിൻ യൂസ് ചെയ്താണ്. അപ്പോൾ നിലവിൽ എൻ്റെ pom.xml ഉള്ള കരേറ്റയുടെ വേർഷൻ 1.3.1 ആണ്. ഇത് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് കരേറ്റ അല്ല. നിങ്ങൾക്ക് കരേറ്റയുടെ Main ഡിപ്പെൻഡൻസിയുടെ പേജ് നോക്കിയാൽ കാണാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ വേർഷൻ 1.4.0 ആണ്. 1.3.1 എന്നുള്ളത് ഇതിന്റെ പ്രീവിയസ് സ്റ്റേബിൾ വേർഷൻ ആണ്. അപ്പോൾ അതാണ് ഞാനിപ്പം കറന്റ് pom.xml ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ പർട്ടിക്കുലർ വേർഷൻ വെച്ച് റൺ ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യല. അത് ഞാൻ ആദ്യമേ കാണിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഞാൻ ഫേക്ക് ജേസൺ സെർവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ പർട്ടിക്കുലർ ലിങ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലോക്കൽ ഹോസ്റ്റ് 3000 പോസ്റ്റ് എന്നുള്ള എൻഡ് പോയിന്റ് അത് ഞാൻ ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് റൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു സിംഗിൾ ജേസൺ ഒബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ റിഫ്രഷ് ചെയ്യുവാണ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഡേറ്റയും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പം 1.3.1 എന്ന വേർഷനകത്ത് ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ ഞാൻ ഈ വേർഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. 1.3.1 നിന്ന് ലേറ്റസ്റ്റ് വേർഷനായ 1.4.0 എന്ന വേർഷൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വേർഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സിസ്റ്റത്തിൽ ജാവ വേർഷൻ 11 തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ലേറ്റസ്റ്റ് വേർഷൻ കരേറ്റയുടെ വർക്ക് ആവുള്ളൂ. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ജാവയുടെ വേർഷൻ 11 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ pom.xml ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 1.11 എന്നുള്ളത് അത് തന്നെ ഇവിടെ കാണിക്കുന്നുമുണ്ട്. അപ്പം ലേറ്റസ്റ്റ് വേർഷൻ 1.4.0 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാവ വേർഷൻ 11 ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിലെ എൻവയൺമെന്റ് വേരിയബിളിൽ ജാവ വേർഷൻ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ ലേറ്റസ്റ്റ് വേർഷൻ വെച്ച് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നിരിക്കുന്നത്, കുഡ് നോട്ട് ഫൈൻഡ് ഓർ ലോഡ് മെയിൻ ക്ലാസ് cucumber.api.cli.Main എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലാസ് പാത്തിനകത്ത്, അതായത് src ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനുള്ളിൽ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. cucumber.api.cli എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസിന്റെ പേര് മെയിൻ എന്നായിരിക്കണം. ആ മെയിൻ മെത്തേഡിനകത്ത് ഈ ഒരു ലൈൻ ഓഫ് കോഡ് മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഫീച്ചർ ഫയൽ റൺ ആകുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. അപ്പോൾ ആദ്യമേ ഞാൻ ഈ പാക്കേജ് ആഡ് ചെയ്യുവാണ്. src ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനുള്ളിൽ src ടെസ്റ്റ് ജാവ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ പാക്കേജിന് പേര് കൊടുക്കുന്നു. ഈ പേര് തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. ഫിനിഷ്. ഇനി ഈ പർട്ടിക്കുലർ പാക്കേജിനുള്ളിൽ ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. മെയിൻ എന്നാണ് ക്ലാസിന്റെ പേര് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ മെയിൻ മെത്തേഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ഫയലിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ ഒന്ന് റൺ ചെയ്യാം. ഇപ്പം നമ്മുടെ pom.xml ഉള്ളത് ലേറ്റസ്റ്റ് കരേറ്റയുടെ സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷനായ 1.4.0 ആണ്. നമ്മളിപ്പം src ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിന്റെ അണ്ടറിൽ cucumber.api.cli എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് മെയിൻ എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഈ മെയിനകത്ത് ഈ ഒരു ലൈൻ ഓഫ് കോഡ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഇത്തവണ ഇഷ്യൂ വന്നിട്ടില്ല. കറക്റ്റായിട്ട് വർക്കായി. നമുക്ക് ആ എൻഡ് പോയിന്റും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നിലവിൽ ID 4 വരെയുള്ള JSON ഒബ്ജക്ട്സ് ആണുള്ളത്. ഇനി റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ID 7 വരെയുള്ള JSON ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വരും. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഈ ഒരു പാക്കേജ് ആഡ് ചെയ്യുക. അതിനുശേഷം മെയിൻ ഒരു മെത്തേഡ് ആഡ് ചെയ്തിട്ട് ഈ ലൈൻ ഓഫ് കോഡ് ആഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ 1.4.0 എന്ന വേർഷനിൽ എക്ലിപ്സ് ഐ ഡി യൂസ് ചെയ്ത് എക്ലിപ്സ് ഐ ഡിയിലെ കുക്കുംബർ എക്ലിപ്സ് പ്ലഗിൻ വെച്ച് നമുക്ക് ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. 1.4.0 തൊട്ട് മുകളിലോട്ടാണ് ഈ ഒരു ഇഷ്യൂ. ഇതിന്റെ താഴോട്ടുള്ള സ്റ്റേബിൾ വേർഷൻസിൽ ഈ ഒരു ഇഷ്യൂ ഇല്ല. അപ്പം 1.4.0 എന്ന വേർഷൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ജാവയുടെ വേർഷൻ മിനിമം വേർഷൻ 11 ആയിരിക്കണം. അത് മസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഡൗട്ട്സ് തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.